ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഠിത്തമായിട്ടുള്ള കത്തിരിക്ക ചമ്മന്തിയുടെ അതിന് വേണ്ടി ഒരു വലിയ കത്തിരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ റൗണ്ട് ചെയ്ത് കഴുകിയതിന് ശേഷം നന്നായിട്ട് റൗണ്ട് ചെയ്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നേരം ഇട്ട് ഒന്ന് കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൽ വെള്ളമൊക്കെ മാറ്റി അതിനെ സെറ്റാക്കി വെച്ചു. അതിൽ നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമുക്ക് നേരെ ഒരു കടായി എടുത്ത് വെച്ച് അതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 6 വറ്റൽമുളക് ഇട്ട് അതിനെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചുള്ളി ഒരു 5 എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഒരു 6-7 എടുക്കുന്നുണ്ട്. കുറച്ച് പുളിയും കൂടെ, അങ്ങനെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിനെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില അതിനെ ഒന്ന് ജസ്റ്റ് ആക്കി അതിനെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കത്തിരിക്ക സെറ്റാക്കി വെച്ചിട്ടില്ല, അതിനെല്ലാം കൂടെ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും അതെല്ലാം അങ്ങനെ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല നമ്മളെ വറ്റൽമുളകും എല്ലാത്തിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിലോട്ട് നമ്മൾ ആ കത്തിരിക്ക പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൈയിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. ചൂട് കാരണമാണ് ഇപ്പോൾ സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ചൂടൊക്കെ മാറിയ ശേഷം കൈയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പിടിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പർ ചമ്മന്തിയാണ്. അതേപോലെ ചോറൊക്കെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പം ടാറ്റാ ബേബി, സി യു.